ഏവർക്കും സ്നേഹവന്ദനം. അടുത്ത സമയത്ത് ന്യൂസ് 18 ചാനൽ ചർച്ചയിൽ രേണുക ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ എൻ്റെ സഹ പാനലിസ്റ്റായിരുന്ന BJPയുടെ പ്രതിനിധി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഞങ്ങളോട് പറ, FCRA കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? അത് ഞങ്ങൾ കേൾക്കട്ടെ, ഞങ്ങളത് പരിഹരിക്കാം. അത് അദ്ദേഹം ഒരു പാർട്ടിയുടെ വാക്താവ് എന്നുള്ള നിലയിൽ അന്നത്തെ ചാനൽ ചർച്ചയിൽ ആവശ്യപ്പെട്ടാണ്. മറുപടി പറയാനായിട്ടുള്ള സമയം ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കൃത്യതയോടുകൂടെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. വിദേശ ധന നിയന്ത്രണവും സ്വാതന്ത്ര്യത്തിൻ്റെ ചോദ്യവും എന്നാണ് എൻ്റെ ഈ വീഡിയോയുടെ തലക്കെട്ടായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. FCRA വിവാദത്തിൻ്റെ സാമൂഹ്യ വായന ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനിവാര്യങ്ങളാണ് എന്നതിന് യാതൊരു സംശയമില്ല. എന്നാൽ നിയന്ത്രണം സ്വാതന്ത്ര്യത്തെ ശ്വാസം മുട്ടിക്കുന്ന ഘട്ടത്തിലെത്തുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും വിമർശിക്കപ്പെടേണ്ടതുമായ വിഷയമായിട്ട് മാറുന്നു. അതായിരുന്നല്ലോ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പൂഞ്ഞാറിലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ PC ജോർജ് സാറിൻ്റെയും അതേപോലെ പാലായിൽ മത്സരിച്ച അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെയും ഏറ്റവും വലിയ പ്രശ്നം അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അവരുടെ നാടകത്തിൽ അവർക്ക് തിരിച്ചടി ഏർപ്പെടുന്നു. അതിന് കാരണം ക്രൈസ്തവ സമൂഹമാണ്, ക്രൈസ്തവ സഭയിലെ മെത്രാന്മാരുടെ പ്രസ്താവനകളാണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം രോക്ഷാകുലമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ FCRAയുടെ വിഷയത്തെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിദേശ ധനസഹായത്തെ നിയന്ത്രിക്കുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ FCRA വീണ്ടും ശക്തമായ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സംരക്ഷണമാണോ അതോ നിയന്ത്രണമാണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇത് സംരക്ഷിക്കാൻ വേണ്ടിയാണോ, സമൂഹത്തെ സംരക്ഷിക്കാൻ, രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ, അതോ ഇവിടെ പ്രവർത്തിക്കുന്ന NGOസും സഭകളും മറ്റ് പല ഓർഗനൈസേഷനിലും അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണോ? അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന നന്നായിരിക്കും. നമുക്കറിയാവുന്നതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് 1975 മുതൽ 77 വരെയുള്ള കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണസമയത്ത് അന്ന് 1976 രൂപം കൊണ്ടതാണ് ഈ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വിദേശ ഫണ്ട് കൊണ്ടുവന്നിട്ട് ആളുകൾ കൈകടത്താതിരിക്കുവാനും ഇവിടെ മൂല്യച്യുതി ഉണ്ടാക്കാതിരിക്കാനും ഇവിടെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ആളുകൾ ഏർപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് FCRA നിയമം കൊണ്ടുവരുവാനിടയായത്. അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് 2010 വീണ്ടും പുതുക്കി അതിന് ചില അമെൻമെൻറ്റ്സ് ഒക്കെ വരുത്തുകയുണ്ടായി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധനം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഉപയോഗിക്കപ്പെടാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷ്യമായി പറയുന്നത്. ദേശീയ സുരക്ഷ, സാമ്പത്തിക നിയന്ത്രണം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇവയെല്ലാം സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ NGOകൾക്കും സാമൂഹ്യ സേവന സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്ന വിദേശ ധനസഹായത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സ്വാഭാവികവുമാണ്. അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. എന്നാൽ ഈ നിയമം നടപ്പാക്കുന്ന രീതിയും അതിൻ്റെ പുതിയ ഭേദഗതികളും ഉയർത്തുന്ന ചോദ്യങ്ങൾ നമുക്കാർക്കും അവഗണിക്കാനാവില്ല. അതിനകത്ത് ക്രിസ്തീയ പുരോഹിതന്മാരും അല്ലെങ്കിൽ ക്രിസ്തീയ മെത്രാന്മാരും ഒക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചില ആളുകളൊക്കെ ആശങ്കപ്പെടുന്നത് പോലെ ഇത് ക്രിസ്ത്യാനികളുടെ മാത്രമുള്ള ഒരു ആശങ്കയല്ല എന്നുള്ളത് നമ്മൾ അറിയണം. 2026 ഭേദഗതിയിൽ ആശങ്കകൾക്ക് വഴിയൊരുക്കുന്ന അധികാരം പുതിയ ഭേദഗതികളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന ആശയമാണ്. ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്നുള്ള ആ ഒരു ഫോർമുല സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് പൊതുവിൽ ആളുകളുടെ വീക്ഷണം. ഒരു സംഘടനയുടെ FCRA ലൈസൻസ് പുതുക്കപ്പെടാതെ വന്നാലോ ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കപ്പെട്ടാലോ ആ സ്ഥാപനത്തിൻ്റെ ആസ്തികൾ സർക്കാർ നിയന്ത്രണത്തിലാക്കാൻ കഴിയുമെന്ന വ്യവസ്ഥ ഏറെ ആശങ്കാജനകമായിട്ടാണ് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് പാടില്ല, ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചിന്തിക്കണം. അപ്പം ഈ ഒരു വ്യവസ്ഥ ഒരു സാധാരണ ഭരണ നടപടി മാത്രമല്ല, അതൊരു വലിയ
തിയറിറ്റിക്കലായിട്ടുള്ള ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേവന പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച ആസ്തികൾക്ക്, ആസ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്തുകൾ, നമുക്കുള്ള വരുമാനങ്ങൾ, അതിൻ്റെ മേൽ സർക്കാരിന് ഇത്രയും വ്യാപകമായ അധികാരം ന്യായമായിട്ടുള്ളതാണോ എന്നാണ് ചോദ്യം. ക്രൈസ്തവരിൽ ഈ വിഷയത്തിന് കൂടുതൽ തീവ്രത ലഭിക്കുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അനേകം വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ വിദേശ ധനസഹായത്തിൽ ആശ്രിതമാണെന്നതിനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശത്ത് കിടക്കുന്ന വെള്ളക്കാർ തരുന്ന കാശല്ല. നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്രൈസ്തവ സഭയിലെ പല പ്രവർത്തകരും, പ്രത്യേകിച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടെ പ്രവർത്തിച്ചിട്ട് അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വരുമാനങ്ങളിൽ നല്ല ശതമാനം വരുമാനങ്ങളും ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ആവശ്യങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ പാവപ്പെട്ട ജനതയുടെ ഉദ്ധാരണത്തിന് വേണ്ടി സ്കൂളുകളായിരുന്നാലും ആശുപത്രികളായിരുന്നാലും അനാഥശാലകളായിരുന്നാലും മറ്റാതുര സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ട് അയക്കുന്നത് FCRA മുഖാന്തരമാണ്. അല്ലാതെ വെള്ളക്കാരൻ്റെ പണത്തെ ആശ്രയിച്ചല്ല ഈ പ്രവർത്തനങ്ങൾ. അതാണ് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് RSSകാർ എടുത്തു പറയുന്ന ഒരു കാര്യം. VHPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന RB ബാബു സാറ് ഒരു കാര്യം പറയുകയുണ്ടായി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഫണ്ട് കൊണ്ടുവന്നിട്ട് മതപരിവർത്തനം നടത്തുകയാണ്. ഞാൻ ഇതിനെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പറച്ചിലിന് മറുപടിയായിട്ട്, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്ക് മറുപടിയായിട്ട് തരുന്നതായിരിക്കും. ഇതിലേക്ക് ഞാനത് കൂട്ടിക്കലർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. RB ബാബു സാറും കൂട്ടരും, അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാരും RSSന്റെ കുടുംബാംഗങ്ങളും ഒക്കെ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ മതപരിവർത്തനമല്ല നടക്കുന്നത്, മനുഷ്യ ജീവിതത്തിന് ഉയർച്ചയാണ് നൽകുന്നത്. ന്യൂസ് 24 ചാനൽ ചർച്ചയിലെ ശ്രീ സാബു പ്രസാദ് സാറ് ഒരു കാര്യം പറയുകയുണ്ടായി. ഇവിടെ ജാതീയത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന്, അതിൻ്റെയൊക്കെ കാരണത്തെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. മാത്രമല്ല, ഞാൻ എഴുതിയിരിക്കുന്ന ഒരു 2 പുസ്തകങ്ങളുണ്ട്. ആ 2 പുസ്തകങ്ങളിൽ ഫ്രീ ഇന്ത്യ, ദ സീഡ് ഓഫ് ലിബറേഷൻ, ദ ബിൽഡേഴ്സ്, മൂവേഴ്സ് ആൻഡ് മേക്കേഴ്സ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ഈ ഒരു വലിയ ഇംഗ്ലീഷ് പുസ്തകം, ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. സ്വതന്ത്ര ഇന്ത്യ, വിമോചനത്തിൻ്റെ വിത്ത്, ഈ 2 പുസ്തകങ്ങളിലും വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിൽ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ FCRA ഫണ്ട് ഉപയോഗിച്ച് മതപരിവർത്തനമല്ല RB ബാബു സാറെ നടത്തുന്നത്, മറിച്ച് മനുഷ്യരെ തീർക്കുന്നതാണ്. നിങ്ങൾ പശുവിനേക്കാളും താഴെയായിട്ട് കാണുന്ന മനുഷ്യരെ ഞങ്ങൾ മനുഷ്യരായി കണ്ടുകൊണ്ട് ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മാനവജാതിക്ക് ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിന് വിദ്യാഭ്യാസത്തിന് ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, സാമൂഹ്യ പരിഷ്കാരങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള വളർച്ചയും ഒക്കെ ഇതുകൊണ്ടുണ്ടാകുന്നുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണം വാങ്ങിയിട്ട്, വിദേശ ഫണ്ട് വാങ്ങിയിട്ട് ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള അങ്ങയുടെ ആരോപണം തികച്ചും തെറ്റാണെന്നുള്ളതും അത് പിൻവലിക്കേണ്ടുന്ന പ്രസ്താവനകളാണ് എന്നുള്ളതും അങ്ങേ ഒന്ന് ഓർപ്പിക്കുകയാണ്. അങ്ങക്ക് ഒരല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ, അല്പമെങ്കിലും ചിന്താശക്തി ഉണ്ടെങ്കിൽ, ഈ ഇന്ത്യയിൽ നടക്കുന്ന ഇതുപോലുള്ള ജാതി കോമരങ്ങളെ ഇല്ലാതായി ആക്കുവാൻ വേണ്ടിയിട്ട് ക്രൈസ്തവ സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശാലമായ വീക്ഷണത്തിലൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്ന് അങ്ങയോട് ഓർപ്പിക്കുകയാണ്. ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും സാമൂഹ്യ സേവന മേഖലയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് ജനങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു ചരിത്ര സത്യമാണ്. അത് താങ്കൾ പറയുകയുണ്ടായി, RB ബാബു സാർ പറയുകയുണ്ടായി, ഇവിടെ ഒരുപാട് ഹിന്ദു സംഘടനകൾ ക്രൈസ്തവ സംഘടനകളെക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്രൈസ്തവ സഭകൾക്കാണ് ഇതിൻ്റെയൊക്കെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഈ ഒസ്യത്ത് കൊടുത്തിരിക്കുന്നതെന്ന്, അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. അതേപോലത്തെ സമാനമായൊരു വാക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ച് പരിഹാസ സ്വരത്തിൽ സംസാരിക്കുകയുണ്ടായി. അങ്ങ് ഓർക്കണം, അങ്ങയ്ക്കൊക്കെ ഇപ്പോഴും മനുഷ്യർ ജാതിയും മതവും വേർതിരിച്ച് കാണുന്ന മനുഷ്യരെയാണ്. അല്ലാതെ മനുഷ്യരെ ഇന്ത്യയുടെ
മക്കളാണെന്നോ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നോ പറയാൻ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രസ്ഥാനത്തിനോ സാധിക്കയില്ലെന്നുള്ളതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ മാത്രമല്ല, മറ്റു മതങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങളുടെ മേലെ നിയന്ത്രണം ശക്തമാക്കുമ്പോൾ അതൊരു സാമ്പത്തിക പ്രശ്നമായിട്ട് മാത്രം നിൽക്കാതെ അതൊരു വിശ്വാസ പ്രശ്നമായിട്ട് മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെ പ്രയോഗിക്കപ്പെടുന്നുണ്ടോ, ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ സമൂഹത്തിൽ ആശങ്കയും അസ്വസ്ഥതയും വിതയ്ക്കുന്നു എന്നുള്ളത് RB ബാബു സാറിനെ പോലെയുള്ള ആളുകള്, ശശികല ടീച്ചറെ പോലെയുള്ള ആളുകളൊക്കെ മനസ്സിരുത്തി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നിയന്ത്രണവും സ്വാതന്ത്ര്യവും എന്ന ഒരു വസ്തുതയും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. സൂക്ഷ്മ സന്തുലനം ഒരു വശത്ത്, വിദേശ ധനത്തിന്റെ ദുരുപയോഗം തടയേണ്ടത് അനിവാര്യമാണെന്നുള്ളതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു തടസ്സവുമില്ല. ഞങ്ങൾ ആരും അതിനെ എതിർക്കുന്നുമില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും NGOകളുടെ പേരിൽ നടക്കുന്ന സാമ്പത്തിക അഴിമതികളും രാഷ്ട്രീയ ഇടപെടലുകളും യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അതില്ലെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണം ആവശ്യമാണ്. പക്ഷേ മറുഭാഗത്ത് എല്ലാ സ്ഥാപനങ്ങളെയും ഒരേ കണ്ണുകൊണ്ട് കാണുകയും അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ചെയ്യുന്നത് നീതിയല്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ ക്രൈസ്തവ അല്ലെങ്കിൽ മൈനോറിറ്റി സമൂഹത്തോട് അവർ കാണിക്കുന്ന ഒരുപാട് നീതിയില്ലായ്മ വളരെ സ്പഷ്ടമായിട്ട് ദിനംതോറും നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നിങ്ങൾക്കതിനെ തിരസ്കരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഒരു കൂട്ടരോട്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തോട് ചിറ്റമ്മ നയം നടത്തുന്നുണ്ട്, ഇല്ലെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. നിരവധി അനവധി നൂറുകണക്കിന് തെളിവുകൾ തരുവാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. അപ്പൊ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ആത്മവിശ്വാസം തകർക്കുന്നതും അവരുടെ സേവന പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നതും സമൂഹത്തിന് തന്നെ ദോഷകരമാണ്. കാരണം ക്രൈസ്തവ സഭ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സഭയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ഇവിടെ കാസ പോലുള്ള സംഘടനകളുടെ ആളുകൾ ക്രൈസ്തവ സഭകളെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു അപഖ്യാതി, ഇവിടുത്തെ പാവപ്പെട്ട ക്രൈസ്തവർക്ക് ഒന്നും ചെയ്തു കൊടുക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെയാണ് സഹായം ചെയ്യുന്നത് എന്നുള്ളൊരു പരാതിയാണ്. അത് സ്വാഭാവികമായിട്ട് നീതിപരമായിട്ടുള്ളൊരു ആരോപണമായി അവർ ഉന്നയിക്കുന്നു, പലരും അതിനെ വീക്ഷിക്കുന്നു. ഞാൻ അതിനെയൊന്നും എതിർക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കണം, ക്രൈസ്തവ സഭയ്ക്ക് ഒരു പ്രത്യേകമായ സമൂഹത്തോട് മാത്രമല്ല പ്രതിബദ്ധത. ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് ഈ ഇന്ത്യയിലുള്ള സകല മാനവരാശിയെയും ഒരേ രീതിയിൽ കാണുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഏതെങ്കിലും സമൂഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മൈന്യൂട്ടായിട്ടുള്ള ക്രൈസ്തവ സമൂഹമാണ്. അവർ ചെയ്യുന്ന സേവനം സഭയ്ക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് സമൂഹത്തിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനകത്ത് ജാതി വേർതിരിക്കുന്നില്ല, മതം വേർതിരിക്കുന്നില്ല, ഭാഷ വേർതിരിക്കുന്നില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവുകളില്ല. എല്ലാവരെയും ഒരേ കണ്ണോടുകൂടെ കാണാൻ കഴിയുന്നു. അതാണ് ഇവിടുത്തെ സംഘപരിവാറിനോട് ഒട്ടി നിൽക്കുന്നതായ ക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ പരാതി. ആ പരാതി എക്കാലവും ഉണ്ടാകും, അതിനൊരു പരിഹാരമൊന്നും ഉണ്ടാകുകയില്ല. ഇവിടുത്തെ സകല മനുഷ്യർക്കും ഒരേപോലെയുള്ള പരിരക്ഷ നൽകുവാൻ തക്കവണ്ണം ക്രൈസ്തവർക്ക് എക്കാലത്തും ദൗത്യമുണ്ട്, എക്കാലത്തും ഉത്തരവാദിത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് അവർ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ വിവാദത്തിന് പരിഹാരം എന്താണ്? ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ ആശങ്കയെ പരിഹരിക്കുക എന്നുള്ളതാണ്. നിയമം കർക്കശമാക്കുന്നതിലോ പ്രതിഷേധം ശക്തമാക്കുന്നതിലോ മാത്രം ഇതിനൊരു പരിഹാരം കിട്ടുകയില്ലെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിനാവശ്യമായത് സർക്കാരും സഭകളും തമ്മിലുള്ള സത്യസന്ധമായ ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ഡയലോഗാണ്. അതിന് തയ്യാറാകണം. അതിന് തയ്യാറാകാതെ നിയമപ്രയോഗത്തിൽ വ്യക്തതയും നീതിയും യഥാർത്ഥ സേവന സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകാതെയും ഇത് പെട്ടെന്ന് ചുളിവിൽ നടപ്പിൽ വരുത്തും എന്ന് പറഞ്ഞപ്പോഴാണ് ക്രൈസ്തവ സഭകളുടെ നേതൃത്വ നിരയിലുള്ളവർ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത്. അത് മറന്നുപോകരുത്. കാരണം എന്താ? അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ അധ്വാനം കൊണ്ടും
വിദേശത്തെ പോയിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, തദ്ദേശ സഭകളിലെ അംഗങ്ങൾ വിദേശത്തു നിന്ന് അയച്ച പണവും എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഇവിടെ പല സംരംഭങ്ങളും ആരംഭിച്ചത്. സഭകൾ പണിതിട്ടുള്ളത്, അതേപോലെ സ്കൂളുകള്, കോളേജുകള്, അഗതികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ, ഭാഷകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങളും മറ്റുമൊക്കെ നിർമ്മിച്ചുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ധാരാളം സംഘടനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവ്, ന്യൂനത സംഭവിച്ചാൽ ഉടനെ അവർക്ക് FCRA കട്ടാക്കി കൊടുക്കും. ഇത് ഇല്ല എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല. ഈ അടുത്ത സമയത്ത് എന്നോട് മുംബൈയിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ FCRA യാതൊരു കാരണവും കൂടാതെ ഇവർ കട്ടാക്കി കളഞ്ഞു. അതിനകത്ത് കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷത്തോളം രൂപ അതിനകത്തുണ്ടായിരുന്നു. ആ പൈസയും കിട്ടിയില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലെ റെഡ് സ്ട്രീറ്റുകളിൽ ഉള്ളതായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ എടുക്കുക, അവർക്ക് സംരക്ഷണം, അവരുടെ വസ്ത്രവും അതും മറ്റുള്ള പഠനോപകരണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയുള്ള ഓരോ ദിവസവും. അതേപോലെ തന്നെ അതിനകത്ത് രോഗികളായിട്ടുള്ള ആളുകൾക്ക് മരുന്നും അതേപോലെ അവർക്ക് ആശുപത്രി കാര്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാരണവും കൂടാതെ ഈ FCRA കട്ടാക്കിയത്. അപ്പോൾ അവരെ ആശ്രയിച്ചിരുന്നിട്ടുള്ള ഈ ആളുകളെല്ലാം ബാധിക്കപ്പെട്ടു. അതിനകത്ത് ജാതിയില്ല, അതിനകത്ത് വ്യത്യാസമില്ല, അതിനകത്ത് ഭാഷാ വ്യത്യാസമില്ല. പാവപ്പെട്ട ഏറ്റവും നമുക്കറിയാമല്ലോ, കൊമേഴ്സ്യൽ സെക്സ് വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ്. ആരും അവരെ കൈക്കൊള്ളുവാൻ തയ്യാറല്ല. എല്ലാ വിധത്തിലും അവരെ ഒറ്റപ്പെടുത്തുന്ന, അവരെ മനുഷ്യരായി പോലും കാണാതെ ദോഷൈക ദൃഷ്ടിയോടുകൂടെ മാത്രം സമീപിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആ സമൂഹത്തെ ചേർത്ത് പിടിച്ച് അവരെ എല്ലാ വിധത്തിലും ഉയർത്തിക്കൊണ്ടുവരുവാൻ മാനുഷികമായ പരിഗണനയോടുകൂടെ പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള സംഘടനകളുടെ FCRകളെ കട്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ നിശബ്ദത മാത്രമാണ്. ഇതാണ് സംഭവിക്കുന്നത്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടുമാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ന്യായമായിട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നത് എന്നുള്ളത്? അതിന് ഇവിടുത്തെ ചില ആളുകൾ, രാഷ്ട്രീയ പുങ്കുവന്മാരോ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ യാതൊരു വിധത്തിലുള്ള ബോധമോ പരിജ്ഞാനമോ ഇല്ലാത്ത നമ്മുടെ ശ്രീ PC ജോർജ് സാറിനെ പോലെ അതേ സ്റ്റാൻഡേർഡ് ഉള്ള കുറെ ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവര് നിങ്ങളുടെയൊക്കെ കണക്കുകൾ സുതാര്യമല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളൊക്കെ കൃത്യമായ അക്കൗണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ്, നിങ്ങളൊന്നും പള്ളിക്കാര്യങ്ങളിൽ കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിടുവായ്ത്തരം പറയുന്നത്. എല്ലാ വർഷവും കൃത്യമായ കണക്ക് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ 3 മാസത്തിലൊരിക്കൽ കണക്ക് സമർപ്പിക്കണമായിരുന്നു. 3 മാസത്തിലൊരിക്കൽ കണക്ക് സമർപ്പിക്കണം, റിപ്പോർട്ടുകളും കൊടുക്കണമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഇത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരുന്നത്. അതെല്ലാം സുതാര്യമായി ചെയ്താലും യാതൊരു കാരണവും കൂടാതെ ഇതിനെ ബ്ലോക്ക് ചെയ്യാനോ ഇതിനെ പിടിച്ചു വെക്കാനോ ഒക്കെ സാധിക്കും. നിങ്ങൾ ചോദിച്ചേക്കാം, ഇതിനകത്ത് രാഷ്ട്രീയമായ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ? ഉണ്ട്, രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തിരുവല്ലയിലുള്ള ഒരു സഭ, ഞാൻ ഏതാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കോടിക്കണക്കിന് വരുമാനം ഉണ്ടായിരുന്ന ഒരു സഭയാണ്. ആ സഭയിലെ FCRA മരവിപ്പിക്കുന്നു എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് വന്നു. മരവിപ്പിച്ചില്ല, അതിനൊരു ചെറിയ തടസ്സമൊക്കെ ഏർപ്പെടുത്തിയപ്പോഴത്തേക്ക് ആ സഭ മുഴുവനായിട്ട് അന്ന് അവിടെ മത്സരിച്ചതായിട്ടുള്ള ശ്രീ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അദ്ദേഹം മത്സരിച്ചു. ആ സമയത്ത് ഈ ശ്രീ അനിൽ ആന്റണിക്ക് ആ സഭ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ്? ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് എടുക്കേണ്ടി വന്നവർക്ക്. എന്തുകൊണ്ട് എടുക്കേണ്ടി വന്നു? അവരെ ത്രട്ടൻ ചെയ്തു, അവരെ ഭയപ്പെടുത്തി. അവർക്കുള്ള എല്ലാ വസ്തുവകകളും അവർക്കുള്ള സാമ്പത്തിക കാര്യങ്ങളും അത് മരവിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് സംഭവിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൊയ്ത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയപരമായിട്ട് ആളുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്മാക്കി കാട്ട് പേടിപ്പിക്കുക എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ ആ ഒരു രീതിയിലേക്കാണ് സെൻട്രൽ ഗവൺമെന്റ് പോയത്. അതുകൊണ്ടാണ് ഇത് അപകടകരമാണ്, ഈ നിയമവ്യവസ്ഥകൾ അപകടമാണെന്ന് പറയുന്നത്. ഒരു കാര്യം ഓർത്തോണം, ഇത് ക്രിസ്തീയ സഭയുടെ ഒരു പ്രശ്നമല്ല കേട്ടോ.
അങ്ങനെ ചില വിദ്വാൻമാരൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് മാത്രം 10% മാത്രം ഉള്ള NGOs ഉള്ള ക്രിസ്ത്യാനികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പ്രതികരിക്കുന്നത്, അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ല, ഇത് ഇന്ത്യ സമൂഹത്തെ, ഇന്ത്യയിലെ ജനതയെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഇതുകൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ജനത ബാധിക്കപ്പെടും. നിങ്ങൾക്കറിയാം, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ അവസ്ഥകൾ പലപ്പോഴും പരിതാപകരമാണ്. SC ST ഒക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസമോ ഇപ്പോഴും അവർക്ക് സമൂഹത്തിൽ വേണ്ടുന്ന ഒരു മാന്യതയില്ല. അപ്പൊ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ കഠിനാധ്വാനം ചെയ്യുന്ന NGOസിന്റെ മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അതിൽ കൂടി ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടുത്തെ ജാതി വ്യവസ്ഥ അതേപോലെ തന്നെ നിലനിർത്തണമെന്നുള്ള ചിന്ത. അത് സർക്കാരിന്റെ പ്രത്യക്ഷമായ ഒരു ചിന്ത തന്നെയാണ്. ഇല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു ഡിബേറ്റ് ആകാം അതിനെക്കുറിച്ച്. ഇത്തരത്തിലുള്ള ഒരുപാട് ഹിഡൻ അജണ്ടയുമായിട്ടാണ് ഈ ഒരു നിയമവ്യവസ്ഥകളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയത്. അതിനെക്കുറിച്ച് ചർച്ചയാകാൻ പോലും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇലക്ഷന്റെ ഇടയ്ക്കാണ് ഇവർ ഈ പരിപാടിയുമായിട്ടൊക്കെ വന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായിട്ട് ഇത് ഒരു തെറ്റായ അജണ്ടയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം അതിനെ എതിർത്തു. അവരോടുള്ള പ്രത്യേകമായ അറ്റ്ലീസ്റ്റ് ഇത് നടപ്പിൽ വരുമെന്നുള്ള നമുക്കറിയാം. കാരണം ഇപ്പം ഷോൺ ജോർജും അതുപോലെ തന്നെ PC ജോർജ് സാറും അതേപോലെ BJPയുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു, ക്രൈസ്തവ സഭ കണ്ടു, ഇപ്പം എല്ലാവരെയും കൂടെ ഞങ്ങൾ അങ്ങ് വിഴുങ്ങാൻ പോവുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും കഴുത്തിൽ ഞങ്ങൾ കയറിടാൻ പോവുകയാണ്, കാരണം ഞങ്ങൾ ഇത് നടപ്പിൽ വരുത്തും. ഇത് നടപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സാധുക്കളായിട്ടുള്ള ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ഇവിടുത്തെ അച്ഛന്മാരെയോ ഇവിടുത്തെ കന്യാസ്ത്രീകളെയോ ഇവിടുത്തെ മെത്രാന്മാരെയോ പാസ്റ്റേഴ്സിനെയോ ബാധിക്കയില്ല. കാരണം അവർക്ക് ജീവിക്കാനും അവർക്ക് പ്രവർത്തിക്കാനും വേറെ പല മാധ്യമങ്ങളുണ്ട്, പല മേഖലകളുണ്ട്, അവർക്ക് പല സ്ഥലങ്ങളുമുണ്ട്. അത് മറന്നു പോകരുത്. പക്ഷേ ഇത് സാധാരണക്കാരായ ഇവിടുത്തെ ജാതീയ വ്യവസ്ഥയെ മാറ്റി സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടി കൈ പിടിച്ച് വളർത്തുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾക്ക് ക്ഷതം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള FCRA പുതിയ നിയമം കൊണ്ടുവരുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ എപ്പിസോഡായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വിടാമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് നന്ദി, നമസ്കാരം.